ഹായ് വ്യൂവേഴ്സ്, വാട്സപ്പ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക് മുട്ടയും കൂടെ ചേർത്തിട്ടൊരു തോരനാണ്. അപ്പം അതിന് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു സവാള, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക ഇത് നമുക്ക് ഇതിനുള്ളിലെ മാംസളമായ ഭാഗമാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തതിനകത്ത് നമ്മൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് മാംസളമായ മുരിങ്ങയ്ക്കുള്ളിലെ ഭാഗം എടുക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയ്ക്കയുടെ മാംസളമായ ആ ഭാഗം സ്പൂൺ കൊണ്ട് ചിരണ്ടി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞു, പച്ചമുളകും അരിഞ്ഞ് തയ്യാറാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിന് ഞാൻ ചെറിയ ജീരകം അതിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ജീരകം എടുക്കാം. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച്, കറിവേപ്പില, തേങ്ങ ചിരണ്ടിയത്. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ എടുക്കുക, ഒരു തോരന് വേണ്ടത് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കാമുറി തേങ്ങ ചിരണ്ടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. അപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ആ മിക്സിലോട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കുവാണ്. അപ്പോൾ ഇത് കടുക് താളിച്ച് നമുക്ക് ആ മിക്സ് ഇതിലേക്കിടാം. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തീയിൽ വെന്താൽ മതിയാവും. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചെറിയൊരു തീയിൽ മതിയാവും. ഒന്ന് അടച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ ഇനി മുട്ടയൊന്ന് ഞാൻ ഒന്ന് കലക്കിയെടുക്കുകയാണ്. 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണ് മുളക് പൊടിച്ചത്, ക്രഷ്ഡ് മുളക് ആണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഞാനിത് എല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി ഒന്ന് വെച്ചിട്ട് നമുക്ക് ആ മുട്ട അടിച്ചത് ഇതിനകത്തൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇവിടെ ഇപ്പം ഞാനൊരു 2 മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പം മുട്ട കൂടുതൽ വേണ്ടവർക്ക് അത് കൂടുതൽ എടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ തോരൻ സൈഡിലേക്ക് മാറ്റി വെക്കരുത്. അത് വേറെ പാത്രത്തിൽ മാറ്റി ഇട്ടിട്ട് വേണം നമ്മുടെ മുട്ട ഫ്രൈ ആക്കിയെടുക്കാൻ, ചെറുതായിട്ട് പൊടിച്ച് ഫ്രൈ ആക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ മുട്ട മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിരിക്കുകയാണ്. വെള്ളം നന്നായിട്ട് തോരുന്നിട വരെ ഒന്ന് ഇളക്കി എടുക്കണം. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തില്ല. നമ്മുടെ അതിനകത്ത് തനതായിട്ടുള്ള ഒരു വെള്ളം മാത്രമേ അതിനകത്തുള്ളൂ. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ വെച്ചത്. അരപ്പിനകത്തും അരിഞ്ഞ സവാളയ്ക്കകത്തെല്ലാം ഉള്ള വെള്ളമാണ് ഇത് ഇപ്പം ഫ്രൈ രൂപത്തിലാക്കി വരുന്നത്. അപ്പോൾ മുട്ട മുരിങ്ങയ്ക്ക ഫ്രൈ അല്ലെ തോരൻ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മുട്ട മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. സബ്സ്ക്രൈബ് അവർ ചാനൽ. പ്ലീസ് ഷെയർ ഇറ്റ്. താങ്ക് യു.